ഏത് മഴ പെയ്ത് കഴിഞ്ഞാലും ഈ വെള്ളം തെളിഞ്ഞ് തന്നെ ഇരിക്കും. പിന്നെ എന്തോ ഒരു വേറെന്തോ LLC കാണുന്നുണ്ടോ? അങ്ങനെ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 2 ചെറിയ എയർപോർട്ടാണ്. അപ്പോൾ ഞാൻ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോവാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലേക്ക് കണ്ണൂരിൽ. ഭയങ്കര ക്യൂ ആണ് ഇവിടെ. ലേറ്റായിട്ടായിരുന്നു എത്തിയത്. ഞാൻ കരുതി തിരക്കൂടേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിയേക്കുമ്പോൾ ഭയങ്കര ബിസിയാണ്. നല്ല തിരക്കുണ്ട്. ടെർമിനൽ 2ലേക്കാണ്. വീട്ടിലൊന്നും അറിയിച്ചിട്ടൊന്നുമില്ല, കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടൊന്നുമില്ല, വരുന്ന കാര്യമൊന്നും അറിയിച്ചിട്ടില്ല. അവരേതോ റിസോർട്ടിൽ എൻ്റെ അനിയൻ പിയാപ്പിളായിട്ട് ഇങ്ങനെ ടീമായിട്ടിങ്ങനെ ഫാമിലിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. എന്താ മഴ! ാണ് കണ്ണൂർ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് നല്ല മഴ. നല്ല തണുപ്പ്, നല്ല കാലാവസ്ഥ. സാലിത വരുന്നുണ്ട്. 2 മിനിറ്റ് 5 മിനിറ്റ് അടുത്ത് വന്നിട്ട് ഞാൻ പുറത്തിങ്ങനെ നിൽക്കുക. കോടമഴ. എൻ്റെ സർപ്രൈസ് നിന്ന് പൊളിയുന്നു. ഏതാ മഴ എന്ന് വെച്ചാൽ കോടമഴ. കണ്ണൂർ എയർപോർട്ടിൻ്റെ പുറത്താണ് ഇത്. കുറച്ച് ഇപ്പുറമുള്ളൊരു സൂപ്പർ മാർക്കറ്റുള്ള കാര്യം. ഏറ്റവും നല്ല സൂപ്പർ മാർക്കറ്റ്. നമ്മള് റിസോർട്ടാണിത്. എങ്ങനെ ഇവിടുത്തെ കാര്യം വരിക എന്നുള്ളതാണ്. സർപ്രൈസ്ഡായിട്ട് ഇങ്ങോട്ടേക്ക് പോവുക. ഇതിൻ്റെ എൻട്രൻസ് എവിടെയൊന്നും അറിയില്ല. അപ്പോൾ നമ്മളിതാ റിസപ്ഷനിലെത്തി സർപ്രൈസ് കൊടുക്കണം കേട്ടോ. ഉമ്മാൻ്റെ അടുത്ത് പോലെ ഒരുമിച്ച്. എൻ്റെ മകനാ. സരി പിടിക്ക്. നിക്കല ഉണ്ടല്ല അടക്ക്. സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. സർപ്രൈസ്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കക്കയം ഡാം നല്ല രസമുള്ള സ്ഥലം. അതേപോലെ തന്നെ നല്ല ക്ലൈമറ്റും.
അറിയിച്ചിട്ടൊന്നുമില്ല. നല്ല വൃത്തിയുള്ള നീറ്റ്, അതേപോലെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവരെല്ലാം. ഇതാണ് ഞങ്ങളുടെ ഇന്നലെ താമസിച്ച റിസോർട്ട്. ഇത് കുറ്റ്യാടി, കുറ്റ്യാടി 10-20 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കൂരാച്ചുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു മലയോര പ്രദേശമാണ്. ഇവിടെയാണ് നമ്മളെ കേരള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വൈദ്യുതി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതെല്ലാം നമ്മുടെ ഫാമിലി അവിടെ ബോറടിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. ബോട്ടിംഗ് എല്ലാം ഉണ്ടെന്നെല്ലാം പറഞ്ഞേക്ക്, പക്ഷെ ഇവിടെ ഒന്നും ബോട്ടൊന്നും കാണുന്നില്ല. കയാക്കിംഗ് ഉണ്ട് പറയുന്നുണ്ട്, അതും കാണുന്നില്ല. ഇത് എന്ത് ചെയ്യാനാ? നമ്മളൊരിയാൻ ഉണ്ടാക്കിയ തടിയാണ് വെറുതെ നിങ്ങള് ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ. ആരോഗ്യത്തിന്റെ റിസോർട്ടിൽ നിന്നുള്ള പുറമേയുള്ള കാഴ്ചയാണ്. നല്ല മഴ, ഇവിടെ സ്വിമ്മിങ് പൂളായിട്ട് തന്നെ ഓടിച്ചിടിയുന്ന മഴ പെയ്യുന്ന സമയത്ത് നല്ല തണുപ്പായിരിക്കും, പക്ഷെ മഴ പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂട്. ഇതാണ് കക്കയം ഡാമിൻ്റെ വെള്ളമാണ്. ഏത് മഴ പെയ്ത് കഴിഞ്ഞാലും ഈ വെള്ളം തെളിഞ്ഞ് തന്നെ ഇരിക്കും. അത് എങ്ങനെ അത് എന്നെടുക്കുന്നേ? അതിങ്ങോട്ടേക്കട്ടാ ഇങ്ങോട്ടേക്ക് കിട്ടിയില്ല. ഒന്നുകൂടി ഞങ്ങളല്ലേ നിങ്ങളെന്തിനായിരിക്കുന്നത്? മാർക്കറ്റിംഗ് ആണ്. വഴിക്കല്ലിക്കും ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. നമ്മളെ ട്രിപ്പിനെ പറ്റി എന്താ അഭിപ്രായം? എന്താ അഭിപ്രായം? സമാധാനത്തിൽ ഉറങ്ങി. ഒരുപാട് കാലത്തിന് ശേഷം 4 പിയാപ്പിളമാരും ഒരുമിച്ചിരുന്നൊരു വലിയൊരു പാർട്ടിയാണ്. പൈനാപ്പിളമാരും പുതിയാപ്പിളമാരും എല്ലാതും കൂടിയിട്ടുള്ള ഈ ഒരു പാർട്ടിക്ക് സർപ്രൈസായിട്ട് വന്നതിന് ഐ ആം വെരി എന്താ പറയുക എക്സൈറ്റഡ്, ഹാപ്പി. ഉറങ്ങാത്ത ശരിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. ആ സർപ്രൈസ് പക്ഷെ ഞാൻ ഉറങ്ങിയിട്ട് പോലും എന്താ പറയാനുള്ള ഒരു പീസയിലേക്ക് കിട്ടോ? 100 ഷെയറോ? ചിക്കൻ പീസ് ഇതൊന്ന് അല്ല സ്നേഹം കാണും, സ്നേഹം കണ്ട
കണ്ടുപിടിക്കട്ടോ. ഫൈനലി റീച്ച്ഡ് അവർ ഹോം. നമ്മളെ വീട്ടിലെത്തി. യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ വണ്ടി എടുത്ത് വെട്ടെ. അത് ഏടിയോ കേട്ടതാണല്ലോ. അപ്പൊ അസി, എന്താണ് നമ്മള് മൂന്നാറിലേക്ക്? ഞങ്ങൾ മൂന്നാറിലേക്ക് പോവുകയാണ്. വളരെ അൺഎക്സ്പെക്ടഡ് ജേണിയാണ്. നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പ്ലാൻ ചെയ്യാണ്ട് എങ്ങനെ ഒരു ട്രിപ്പ് പോവാന്ന് നമ്മൾ ഇതിലൂടെ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം. വെരി ഗുഡ്, വെരി ഗുഡ്. ആരും അങ്ങനെ പ്ലാൻ ചെയ്യാണ്ടൊന്നും പോവണ്ട, പക്ഷെ നമുക്ക് അങ്ങനെ ഒന്ന് പോകണം തോന്നി. അസി എന്താ പറയാനുള്ളത്? ശതമാനം ഇവിടെ പോ പറയണോ, എന്താ പറയണോ? അതെപ്പം പറയുന്നില്ലേ? ഷാദമാൻ നമ്മൾ മൂന്നാറിലേക്ക് പുറപ്പെടുകയാണല്ലോ. എന്താണ് പറയാനുള്ളത്? പെട്ടെന്ന് പറഞ്ഞോളൂ. വെരി എക്സൈറ്റഡ്. എപ്പം പറഞ്ഞു മാറ്റിപ്പിടിക്ക്. പറ, അറ്റ്ലീസ്റ്റ് എന്താ പറ. ആടെ പോയിട്ട് പറയാം. എവിടെ പോയിട്ട്? മൂന്നാർ പോയിട്ട് പിന്നെ പറയാനുണ്ടാവില്ല. അതെ എന്താണ് മൂന്നാറിലേക്ക് ട്രിപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ള? പറഞ്ഞോ, പറഞ്ഞോളൂ. പറ. ഋഷികേശ് പറഞ്ഞോ. മൂന്നാറിൽ പോകുന്നതിനെ കുറിച്ച്, ട്രിപ്പിനെ കുറിച്ച് എന്താ പറയല്ല? മലബാർ മസാല അല്ലേ? ഇതാണ് മലബാർ മസാല എന്നാണ് കോഴിക്കോടിലെ നല്ല റെസ്റ്റോറൻ്റ് ആണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടുന്ന് ഭക്ഷണവും കഴിച്ച് നമ്മളിതാ ബൈപ്പാസ് റോഡ് വഴി പിടിക്കുകയാണ് ഇവിടത്തേക്ക്, മൂന്നാറിലേക്ക്. താരം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വലൈക്കും സലാം. കേട്ടോ, നമ്മളെ പെട്ടെന്നുള്ള പ്ലാനിങ്ങാ. ഞാന് ഷൂ പോലെ എടുത്തില്ല കേട്ടാ. ഞാൻ ഷൂ എടുത്തിരുന്നു, പിന്നെ മറന്നുപോയി. അങ്ങനെ ഞങ്ങള് തൃശ്ശൂരെത്തിയിട്ട് ഇവിടെ വേണൂസ് എന്ന് പറയുന്നൊരു റെസ്റ്റോറന്റ് കേട്ടോ. അപ്പൊ തൃശ്ശൂർ വന്നു കഴിഞ്ഞാല് പിന്നെ തൃശ്ശൂർ സ്ലാങ് ആയിരിക്കും. തൃശ്ശൂരിലെ നല്ലൊരു റെസ്റ്റോറന്റ് ആണ് വേണൂസ്. ഹോട്ടൽ വേണൂസിൽ കയറിയിട്ട് ഫുഡും കഴിച്ച് പിന്നെ പുറത്തേക്ക് നല്ല ഫുഡായിരുന്നു കേട്ടോ. റിസോർട്ടിന്റെ പുറത്തുനിന്നുള്ള കാഴ്ചയാണിത്. ഇതിപ്പോ മൂന്നാറ് ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ ആണ് ഇനി മൂന്നാറിലേക്കുള്ളത്. കാണുന്നൊക്കെയാണ് മൂന്നാറ്. ഇത് ഈ സ്ഥലത്തിന്റെ ഒരു ആനച്ചിരി, നല്ല വെതർ, തെളിഞ്ഞ കാലാവസ്ഥ. സൂപ്പർ വെള്ളച്ചാട്ടം. ആരോന്ന് അത് ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് പഠിച്ചോണ്ടിരിക്കുകയാണോ? വാട്ടർ ബോട്ടിൽ എന്താ നിന്റെ അഭിപ്രായം? എന്താണ്? കോഫി കുടിച്ചാല റിലാക്സ്ഡ്.
ആഹാ പെയിന്റിംഗ് പെയിന്റിംഗ്. കണ്ണൻ ദേവൻ ടീ ഫാക്ടറിയിലാണുള്ളത്. ഇവിടുന്ന് ഇങ്ങനെ 12 മണിക്കാണ് ഇതിന്റെ ഫാക്ടറി വിസിറ്റ് വന്നിരിക്കുന്നത്. ടീ കാണിച്ച ആദ്യം ഡിഫറെന്റ് ടീ ആണ്. Then I explain the process actually. So finally we move like this. Without the leaf carried it upstairs to the first floor. So the process for the green leaf shifting. So the waste particles, the stems and everything will be separated there in the first floor. And so the third process here, CTC. So strike leaf in down floor, like in ground floor. So below this leaf we have the pressure. Notice. So we press, the cool form. In it goes the form. പച്ച വിരിച്ച പുതപ്പിലൂടെ കാലാവസ്ഥകൾ നമുക്കായി മാറി നിന്നിരിക്കുകയാണ്. സുന്ദരികളായ സ്ത്രീകൾ ഇങ്ങനെ കടന്നു പോകും. അമ്മച്ചിമാരും അപ്പച്ചിമാരും. ഇനി നമ്മളിതാ പോകുന്നൊരു അമ്യൂസ്മെന്റ് പാർക്കിലേക്കാണ്. ആഹാ മുന്നോട്ട് പോലെ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ പേരെല്ലാം എന്താ അങ്ങനെ കാണുന്നതാണ് കുമ്മളി. ഭയങ്കര സിറ്റി കാണുന്നുണ്ട്. ഇതിൽ കാണുന്നുണ്ടോ? Go. Oh! Get a balloon. One more. shit. Oh! എല്ലാം പഠിച്ചോ? ഏൽക്കാർക്ക് ഷാദ അങ്ങനെ സൈക്കിൾ ഓടിക്കണോ? ഞാൻ അടിച്ചോ? 5 അടിച്ചോ? എനിക്കതും പോണായിരിക്കും. അതെ 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 ഓ എത്ര മണിക്കൂറുണ്ടോ? വരുന്നേ I just see white. ഷിപ്പാന്നല്ലേ പിന്നെ എന്തോ ഒരു വേറെന്തോ LLC എന്നാണ് ഇത് കാണുന്നത്. വരുന്നെടുക്കേ
കുറച്ചും എടുത്തേക്ക് അതുപോലെ എടുത്തേക്ക്. കാരണം മറ്റേത് എടുക്കുമ്പോ അതിന്റെ ഫുൾ നീളം കാണും. നല്ല പോവാ ഇങ്ങോട്ടൊക്കെ പോകുമ്പോ ഗുണയിലേക്ക് ഭയങ്കര സ്പീഡ് പോകുന്നുണ്ട്. ഇതുണ്ടാ പുതിയ തേയിലകൾ വെച്ച് ഫോട്ടോ എടുക്കാനേക്കാ ഒന്നെല്ലാം കഴിയട്ടെ. താഴെത്തിട്ട് മങ്കി നടന്നിട്ട് ഇത് ഇത്തിരി ആളിന്റെ മുകളിൽ ചേർത്ത് ഇത്തിരി ആളിന്റെ മുകളിൽ വാപ്പാന്റെ റൈറ്റ് സൈഡിൽ ഒന്നതാ ഫോട്ടോക്ക് ആര്യാ മങ്കി മരത്തിന് വെള്ളത്തിരി ആള് നോക്കി നോക്ക് എത്ര ആള് അങ്ങനെ ഇതാ നമ്മള് മൂന്നാറിനോട് വിട പറയുകയാണ്. കേട്ടാ എന്താ റോഡ് രാത്രി കാണാൻ എന്താ രസം. ചില സമയത്ത് ഗൾഫാണോ അല്ലെങ്കിൽ നാടാണോ എന്ന് തന്നെ നമ്മൾ ഡൗട്ടായി പോകും. ഇത്രയും ഫിനിഷിങ്. ഓനെട്ടിലൊന്നല്ലേ തന്നെയാ जिंदगी इम्तिहान लेती है, जिंदगी इम्तिहान लेती है, दोस्ती इम्तिहान लेती है. Which bike you need? Which bike? Which color? Which color? Which color? Orange?